നമസ്കാരം. സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത സന്ദേശം എന്ന സിനിമയിൽ ശ്രീനിവാസൻ അവതരിപ്പിക്കുന്ന കോട്ടപ്പള്ളി എന്ന കഥാപാത്രം പോളണ്ടിനെക്കുറിച്ച് ഇനി ഒരൊറ്റ അക്ഷരം മിണ്ടിപ്പോകരുത് എന്ന് ആക്രോശിക്കുന്ന രംഗം നമുക്ക് ഓർമ്മയുണ്ട്. ഒരു കാലത്ത് നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരുടെയൊക്കെ തന്നെ വല്ലാത്തൊരു ആവേശമായിരുന്നു പോളണ്ട്. ഏതായാലും വലിയ താമസമില്ലാതെ ഇന്ത്യയും ഇനി പോളണ്ട് എന്നൊരു വാക്ക് മിണ്ടിപ്പോകരുത് എന്ന് പറയേണ്ടുന്ന അവസ്ഥയിലേക്ക് എത്തുമോ എന്ന സംശയം ഉയരുകയാണ്. കഴിഞ്ഞ ദിവസം പോളണ്ടിലെ ഉപപ്രധാനമന്ത്രി, വിദേശകാര്യ വകുപ്പിൻ്റെ കൂടി ചുമതല വഹിക്കുന്ന ഉപപ്രധാനമന്ത്രി സിർക്കോസ്കി ഇന്ത്യ സന്ദർശിച്ചിരുന്നു. അദ്ദേഹം കേന്ദ്ര വിദേശകാര്യമന്ത്രി ഡോക്ടർ ജയശങ്കർ ഉൾപ്പെടെയുള്ള ആളുകളുമായി തന്നെ വിശദമായ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. 3 ദിവസം അദ്ദേഹം ഡൽഹിയിലുണ്ടായിരുന്നു. 2024 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോളണ്ട് സന്ദർശിക്കുകയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്താനും അതുപോലെ എല്ലാ മേഖലകളിലും സഹകരണം വർദ്ധിപ്പിക്കാനുമൊക്കെ അന്ന് നടന്ന ചർച്ചകൾ തീരുമാനമെടുത്തിരുന്നു. അതിൻ്റെ ഭാഗമായി പോളണ്ടിലെ ഉപപ്രധാനമന്ത്രിയും ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയും വിവിധ സ്ഥലങ്ങളിൽ വെച്ച് ചർച്ച നടത്തിയിരുന്നു. അത് ന്യൂയോർക്കിലും പാരീസിലുമൊക്കെ വിവിധ തലങ്ങളിൽ ചർച്ച നടന്നിരുന്നു. പക്ഷേ അവിടെ ഉയരുന്നൊരു ചോദ്യമുണ്ട്. പോളണ്ടിൻ്റെ ഈയിടെ ഉണ്ടായ പല നീക്കങ്ങളും ഇന്ത്യ സംശയത്തോടുകൂടി തന്നെയാണ് നോക്കിക്കാണുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് പാകിസ്ഥാനുമായി അവർ ഇപ്പോൾ സ്ഥാപിച്ചിട്ടുള്ള സൗഹൃദം തന്നെയാണ്. അതായത് ഓപ്പറേഷൻ സിന്ദൂറിന് തൊട്ടു പിന്നാലെ 1-2 മാസം കഴിഞ്ഞപ്പോൾ തന്നെ സിർക്കോസ്കി പാകിസ്ഥാൻ സന്ദർശിക്കുകയും വളരെ വിശദമായ രീതിയിലുള്ള ചർച്ചകൾ നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ച ചെയ്തതെന്നുള്ള കാര്യം ഇനിയും വ്യക്തമല്ല. ഒരു പക്ഷേ പോളണ്ട് പാകിസ്ഥാനുമായി കൂടുതൽ അടുക്കുകയാണോ എന്നുള്ളൊരു ചോദ്യം അവിടെ വരുന്നുണ്ട്. അതേസമയം പോളണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ചില നിലപാടുകളോട് കൂടിക്കാഴ്ചയിൽ താൻ വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു എന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഡോക്ടർ ജയശങ്കറുമായി ഡൽഹിയിൽ നടത്തിയ ചർച്ചകൾ വളരെ ഫലപ്രദമായിരുന്നു. പക്ഷേ ചില കാര്യങ്ങൾ തങ്ങൾക്ക് അഭിപ്രായ ഭിന്നതയുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് പ്രധാനമായും പോളണ്ടിൻ്റെ പാകിസ്ഥാനുമായുള്ള ബന്ധത്തെക്കുറിച്ച് ഡോക്ടർ ജയശങ്കർ കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഒരു കാരണവശാലും ഇന്ത്യയിൽ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാജ്യവുമായുള്ള പോളണ്ടിൻ്റെ ഈ ഒരു വല്ലാത്ത ബന്ധം, അതിരുകവിഞ്ഞ ബന്ധം ഇന്ത്യക്ക് തീരെ ഇഷ്ടമല്ലാത്ത രീതിയിലേക്ക് തന്നെയാണ് പോകുന്നത് എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അതേസമയം പോളണ്ടിനെ സംബന്ധിച്ച് അവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാന വിഷയം ഇന്ത്യ റഷ്യയെ പിന്തുണയ്ക്കുന്നതാണ്. അതായത് ഇന്ത്യ റഷ്യയിൽ നിന്ന് വലിയ തോതിൽ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് തങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് പോളണ്ട് പറയുന്നത്. പോളണ്ടിൻ്റെ വീക്ഷണത്തിൽ ഇത് ഫലത്തിൽ യുക്രൈനെ യുദ്ധത്തിൽ തകർക്കുന്നതിന് സഹായിക്കുന്ന രീതിയിലാണ് ഇന്ത്യ പ്രവർത്തിക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നിലപാട് എന്താണെന്നുള്ള കാര്യം വളരെ കൃത്യമായി തന്നെ സിർക്കോസ്കിയോട് വ്യക്തമാക്കി എന്നാണ് ഡോക്ടർ ജയശങ്കർ പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇന്ത്യയും റഷ്യയുമായുള്ള ബന്ധം അത് സോവിയറ്റ് യൂണിയൻ ആയിരുന്ന കാലത്ത് പോലും ഏറ്റവും മികച്ച രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോഴും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രതിരോധ മേഖലയിലാണെങ്കിലും അതുപോലെ മറ്റ് വ്യവസായ മേഖലകളിലും എല്ലാം തന്നെ ഇന്ത്യ റഷ്യയുമായി ഏറ്റവും മികച്ച ബന്ധം തന്നെയാണുള്ളത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഈയിടെ ഇന്ത്യ സന്ദർശിച്ചിരുന്നു. നമ്മൾ റഷ്യയിൽ നിന്ന് വാങ്ങുന്ന ആയുധങ്ങളൊക്കെ തന്നെ ലോകത്തെ ഏറ്റവും ഗുണനിലവാരമുള്ളതാണ്. അങ്ങനെ ഏറ്റവും നല്ലൊരു ബന്ധം സ്ഥാപിച്ചിട്ടുള്ള റഷ്യയുമായി എന്തിനാണ് ഇന്ത്യ വിട്ടുനിൽക്കേണ്ടതെന്നുള്ള സ്വാഭാവികമായ ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. മാത്രമല്ല റഷ്യ നടത്തിയ ഒരു സൈനിക അഭ്യാസ പരിപാടിയിൽ ഇന്ത്യ പങ്കെടുത്തിരുന്നു എന്നുള്ളതും പോളണ്ട് വലിയൊരു കുറ്റമായിട്ടാണ് ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം സിർക്കോസ്കി ചർച്ചകൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് മടങ്ങുന്നതിന് മുമ്പ് മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞത് എല്ലാ കാര്യങ്ങളും തുറന്ന സമീപനമാണ് തങ്ങൾ സ്വീകരിച്ചിരുന്നത് എന്നാണ്. എന്നാൽ വാർത്താസമ്മേളനത്തിനിടെ ഒരു ദേശീയ മാധ്യമത്തിൻ്റെ പ്രതിനിധി സിർക്കോസ്കിയോട് പോളണ്ടും പാകിസ്ഥാനുമായുള്ള ബന്ധത്തിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പെട്ടെന്ന് പ്രകോപിതനായി വാർത്താസമ്മേളനം അവസാനിപ്പിക്കുകയായിരുന്നു. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് പോളണ്ടിന് ഇപ്പോഴും പാകിസ്ഥാനോടുള്ള വല്ലാത്ത ഒരു സ്നേഹത്തിൻ്റെ ലക്ഷണമായിട്ടാണ് ഈ ഒരു അദ്ദേഹത്തിൻ്റെ കോപപ്രകടനം എന്ന് വേണം കരുതാൻ. ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നിലപാടിൽ നമ്മൾ എക്കാലത്തും ഉറച്ചു നിൽക്കുക തന്നെയാണ്. ഭീകരതയ്ക്കെതിരായ നിലപാടിൽ ഇന്ത്യ ഒട്ടും വിട്ടുവീഴ്ച തയ്യാറല്ല എന്ന് നേരത്തെ പലവട്ടം പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ഇന്നും അതിൽ തന്നെയാണ് ഇന്ത്യ ഉറച്ചു നിൽക്കുന്നത്. പോളണ്ടുമായി ഇന്ത്യക്ക് വളരെ നല്ല ബന്ധമാണ് പണ്ടുപോലെ ഉണ്ടായിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോളണ്ട് സന്ദർശിക്കുകയൊക്കെ ചെയ്തതും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദം മെച്ചപ്പെടുത്താൻ തീരുമാനിച്ചതുമൊക്കെ. ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വിവിധ മേഖലകളിൽ ഇന്ത്യയും പോളണ്ടും തമ്മിലുള്ള സഹകരണം തുടരുകയാണ്. പ്രധാനമായും വ്യവസായ മേഖലയിലും മറ്റുമൊക്കെ തന്നെ ഇന്ത്യയും പോളണ്ടും തമ്മിൽ നല്ല ബന്ധമാണ്. ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി, പോളണ്ടിൽ നിന്നുള്ള ഇറക്കുമതി, അതുപോലെ വിവിധ സ്ഥാപനങ്ങൾ, പോളണ്ടുമായി ബന്ധമുള്ള സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ അത്തരത്തിൽ ഇന്ത്യയും പോളണ്ടും തമ്മിൽ നന്നായി തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്കിൽ പോലും ഈ വർഷങ്ങളായി തുടരുന്ന ഈ ഒരു ബന്ധത്തിൽ ഇപ്പോൾ ഉലച്ചിൽ തട്ടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ അതൊക്കെ ഒന്ന് ശരിയാക്കിയെടുക്കാനായിരിക്കാം ഈ പോളണ്ടിലെ പ്രധാനമന്ത്രി ഇന്ത്യ സന്ദർശിച്ചത് എന്ന് വേണം കരുതാൻ. പക്ഷേ നടന്ന ചർച്ചകളിലൊക്കെ തന്നെ ഇന്ത്യയുടെ നിലപാടിൽ മാറ്റം വരുത്തില്ല എന്നുള്ള ഒരു ശക്തമായ ഒരു അഭിപ്രായ പ്രകടനം തന്നെയാണ് അവിടെ നടത്തിയത്. സിർക്കോസ്കി ഒരു നാട്ടിൽ മടങ്ങിയതിന് ശേഷം ഇതിൻ്റെ പ്രതികരണം എന്താണ് എന്നുള്ള കാര്യം അറിയിക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. ഏതായാലും ഇന്ത്യ നിലപാട് മാറ്റാൻ ഒരു കാരണവശാലും തയ്യാറല്ല എന്ന് തന്നെയാണ് ഇപ്പോഴും പ്രഖ്യാപിക്കുന്നത്.